ഹലോ. നമ്മളിപ്പോൾ നിൽക്കുന്ന ട്രിനിറ്റി കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ എൻട്രൻസിലാണ് നിൽക്കുന്നത്. അതായത് ഇത് ഒത്തിരി പഴക്കമുള്ളൊരു കോളേജാണ്. ഇത് ഇതിൻ്റെ ഫ്രണ്ടിലെ പുൽത്തടികൾക്കും ഒത്തിരി കഥകളുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ കല്ല് വാങ്ങിയ വഴികൾ കൂടെ ഈ പ്രൊഫസർമാർക്കും കുട്ടികൾക്കും ഒക്കെ നടക്കാൻ പറ്റുള്ളൂ. അതിൽ ഏറ്റവും ഹൈ ഫാക്കൽറ്റികൾക്ക് മാത്രമേ പുൽച്ചെടികൾ കൂടെ ക്രോസ് ചെയ്യാനായിട്ട് അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെയാണ് ഇതിനെ പറ്റിയുള്ള പഴയ ഐതിഹ്യങ്ങൾ. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം ക്യാമ്പസൊക്കെ എത്ര പഴയ. ഇവിടെ നിന്നാണ് നമ്മുടെ ഐസക് ന്യൂട്ടൻ അതുപോലെയുള്ള ഫാക്കൽറ്റികൾ പഠിപ്പിച്ചിരുന്നത്. ഇവിടെ ഇപ്പോഴും അതേ ഹൈ സ്റ്റാൻഡേർഡ് തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് ആണിത് പോകുന്നത്. എന്താണിത്? ഒരു കാണാൻ പറ്റുന്നില്ല. ഐസക് ന്യൂട്ടൻ്റെ റൂം ഈ കാണുന്നതെന്നല്ലോ പറഞ്ഞു. മരത്തിൻ്റെ തൊട്ട് സൈഡിലോ അതായത് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കി കിട്ടിയെന്ന് നോക്കിയേ. അതായത് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നത് മരം കൊണ്ടാണ്. ഇതിൽ ആക്ച്വലി ഇത് ഒറ്റ സ്ക്രൂ ഒന്നും ഇല്ലാതെയാണ് ഇത് പിടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് എങ്ങനെ ഇത് പിടിപ്പിച്ചു എന്ന് ഉള്ളതിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഇത് കാണുന്ന ഒരു കോളേജാണ്, ഈ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇതാണ്. ഇവിടുത്തെ കുട്ടികളത് അഴിച്ചെടുത്തു. അതായത് ഇത് തിരിച്ചു പിടിപ്പിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. അതിനുശേഷമാണ് അവരതിൽ ഓരോ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇട്ട് അത് പിടിപ്പിച്ചത്. അതായത് ഗ്രാവിറ്റിയിലാണ് ഈ പാലം പിടിപ്പിച്ചത്. പ്രത്യേകിച്ച് ഒരു സ്ക്രൂവോ ഇതൊന്നും ഇല്ലാതെയാണ് ഇത് പിടിപ്പിച്ചത്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഈ കേംബ്രിഡ്ജിലെ മാത്തമാറ്റിക്കൽ ബ്രിഡ്ജ് എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. വളരെ രസമുള്ള ഒരിതാണ്. ഇതിൻ്റെ അടുത്ത് പോയി ഇപ്പോൾ തൽക്കാലം ക്ലോസ് ചെയ്തിരിക്കുന്നതാണ്. എന്താണെങ്കിലും നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്യുക. Yeah, run. അതായത് ഈ മാത്തമാറ്റിക്കൽ ബ്രിഡ്ജിൻ്റെ അടുത്ത് നിന്നുള്ള മറ്റൊരു വ്യൂ ആണ്. ഇവിടെ മെയിനായിട്ട് ടൂറിസ്റ്റുകൾ വന്ന് ബോട്ടിംഗ് ഒക്കെ നടത്തുന്ന ഒരു ഇതാണ് കാണുന്നത്. ഒത്തിരി ടൂറിസ്റ്റുകൾ ഉണ്ട്, വളരെ തിരക്കാണ് ഇവിടെ. ചൈനക്കാരും അതുപോലെ തന്നെ ലോക്കൽസും ഒക്കെ ഉണ്ട്. ഒത്തിരി നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ്, നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം.
ഇത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഒരു അനക്സൊക്കെ ആയിട്ടാണ് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ ശരി. ഹലോ, ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണു എന്ന് പറയുന്ന ആ ആപ്പിൾ മരമാണ് ഈ കാണുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് കേംബ്രിഡ്ജിലാണ്, ട്രിനിറ്റി കോളേജ്. അതായത് ഐസക് ന്യൂട്ടൻ താമസിച്ചുകൊണ്ടിരുന്ന ഒരു മുറി ഇവിടെ തന്നെയാണ്. ഒത്തിരി പഴക്കം ചെന്ന ഈ this apple tree, show me. So this apple tree has been here for 250 years, and it was because of an apple from this tree fell, and Isaac Newton said that Isaac Newton had thoughts about gravity. This didn't really inspire him. He had lots of theories of science, but he never really thought about gravity. So he made up his own theories about it, and this was when he was 13 years old, so only a teenager. He made his theory of the 3 laws of motion. And this tree has been growing for 250 years, and every year provides a good amount of apples, so it can still be eaten. നിങ്ങൾക്ക് കാണാം, ഇതൊക്കെ ഒത്തിരി വിശ്വവിഖ്യാതമായ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയാണത്. ഇതിലിപ്പോൾ വലിയ പുതിയ മോഡിഫിക്കേഷനൊന്നും വരുത്തിയിട്ടൊന്നുമില്ല. ഒത്തിരി പഴയത് ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ അവർ പോകുന്നുണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ കോളേജിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് ഉള്ള ഇതില്ല, എൻ്റെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ഇരിക്കുന്ന വല്യപ്പൻ്റെ പേരിനാന്ന് ഒരു പുള്ളിയാണ് എന്താണെങ്കിൽ കണ്ടുപിടിച്ചത്. വല്യപ്പൻ്റെ പേരൊക്കെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. എഡ്വാർഡ് ടെർവിസ് ആണ് ഇതിൻ്റെ ഫൗണ്ടർ. ഞാനിവിടെ കണ്ടിരിക്കുന്ന ഈ എഴുതിയിരിക്കുന്നതൊന്ന് വായിക്കുന്നു എന്നുള്ളൂ, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി.